വാർത്തകളിലേക്ക് വിശദമായി. ബജറ്റിലെ പൊതുചർച്ചയ്ക്ക് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഇന്ന് നിയമസഭയിൽ മറുപടി പറയും. വിദേശ സർവകലാശാല വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുത്തിയേക്കും. CPI അടക്കം വിമർശനം ഉന്നയിച്ച സാഹചര്യത്തിൽ ചർച്ചയ്ക്ക് ശേഷമെന്ന നിലപാടാകും ധനമന്ത്രി സ്വീകരിക്കുക. വ്യാപക വിമർശനത്തിന്റെ പശ്ചാത്തലത്തിൽ സപ്ലൈകോയ്ക്ക് കൂടുതൽ സഹായം പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട്. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു. സൂര്യ, ബജറ്റിൽ വിഹിതം കുറഞ്ഞുപോയതിനെ ചൊല്ലി CPI ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ധനമന്ത്രിയുടെ മറുപടി വരുന്നത്. അവർ ഉന്നയിച്ച വിമർശനങ്ങൾക്ക് പരിഹാരമുണ്ടാകുമോ? കഴിഞ്ഞ 3 ദിവസമായിട്ട് ധനമന്ത്രി നിയമസഭയിൽ മറുപടി പറയുന്നുണ്ട്. ഈ ബജറ്റിന് ശേഷം പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള തർക്കങ്ങളാണ് ഉണ്ടായത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിദേശ സർവകലാശാല, അതുപോലെ തന്നെ സപ്ലൈകോ പ്രതിസന്ധിയിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ധനമന്ത്രിക്കെതിരെ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ടായി. വിദേശ സർവകലാശാല വിഷയത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു തന്നെ ഈ ഒരു വിവരം, ഇത്തരത്തിലൊരു കാര്യം താൻ അറിഞ്ഞിട്ടില്ല എന്നൊരു പ്രസ്താവന ഉന്നയിക്കുകയുണ്ടായി. SFI തങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ട തങ്ങളുടെ പ്രതികരണങ്ങൾ തുറന്നു പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഈ ഒരു വിദേശ സർവകലാശാല പ്രഖ്യാപനത്തിൽ ധനമന്ത്രിക്കെതിരെ ഉയർന്നു വന്നത്. ഇന്ന് ധനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഒരുപക്ഷെ ഈ ഒരു വിദേശ സർവകലാശാലയിൽ ഒരു വ്യക്തമായ തീരുമാനം ധനമന്ത്രി മുന്നോട്ട് വയ്ക്കും. ഈ പാർട്ടിയുടെ നയപ്രഖ്യാപനത്തിൽ പെടുന്നതല്ല ഈ വിദേശ സർവകലാശാലയുടെ മന്ത്രി ബജറ്റിൽ ഉന്നയിച്ച കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നിയമസഭയിലെ മറുപടി പ്രസംഗത്തിലും ധനമന്ത്രി ഇത്തരത്തിൽ അതായത് ഈ ഒരു വിദേശ സർവകലാശാലയുടെ കാര്യത്തിൽ പ്രഖ്യാപിതമായ ഒരു നടപടിയല്ല താൻ ഉയർത്തിയത്. താൽക്കാലികമായ ഒരു നടപടി അല്ലെങ്കിൽ താൽക്കാലികമായ ഒരു സാഹചര്യമാണ് താൻ ബജറ്റിൽ ഉന്നയിച്ചതെന്നടക്കമുള്ള കാര്യം പറയാനാണ് സാധ്യത. കാരണം അത്രത്തോളം പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്ന ഒരു കാര്യമായിരുന്നു വിദേശ സർവകലാശാലകളുടെ ഒരു കാര്യമെന്ന് പറയുന്നത്. മറ്റൊന്ന് സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. സപ്ലൈകോയിലെ സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യത്തിലും CPI മന്ത്രിമാർക്ക് വലിയ രീതിയിലുള്ള അതൃപ്തി ഉണ്ടായി. മന്ത്രി GR അനിൽ തന്നെ വേണ്ടത്ര പരിഗണന ബജറ്റിൽ സപ്ലൈകോയ്ക്ക് നൽകിയെന്നടക്കമുള്ള പരാമർശങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു മറുപടി പ്രസംഗത്തിൽ ഒരുപക്ഷെ സപ്ലൈകോയ്ക്ക് 200 മുതൽ 300 കോടി രൂപ വരെ നൽകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ആ ഒരു സപ്ലൈകോയുടെ പ്രതിസന്ധിയുടെ കാര്യത്തിലും മറുപടി പ്രസംഗത്തിൽ ധനമന്ത്രി ഇന്ന് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ, നടപടികൾ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ മനുഷ്യ വന്യജീവി സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് നിയമ ഭേദഗതി കൊണ്ടുവരാൻ കേരള സർക്കാർ തീരുമാനിക്കുന്നുണ്ട്. ഇത് കേന്ദ്രത്തോട് ഉന്നയിക്കും. ഈ ഒരു ആവശ്യം കേന്ദ്രത്തോട് ഉന്നയിക്കുമെന്ന ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് നിയമസഭയിൽ ഇത്തരത്തിലൊരു പ്രമേയം വനമന്ത്രി AK ശശീന്ദ്രൻ അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ മറുപടി ഇന്ന് ധനമന്ത്രി KN ബാലഗോപാൽ സഭയിൽ പറയേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സപ്ലൈകോയുടെ പ്രതിസന്ധിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു മറുപടി മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ? അതുപോലെ തന്നെ വിദേശ സർവകലാശാലയുടെ കാര്യത്തിൽ എന്ത് നിലപാടാണ് ഇനി സ്വീകരിക്കുക എന്നടക്കമുള്ള കാര്യങ്ങളിലാണ് ഇന്ന് സഭയിൽ മന്ത്രി മറുപടി പറയുക. ലിബീഷ്. ശരി സൂര്യ, ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് ധനമന്ത്രി ഇന്ന് നിയമസഭയിൽ മറുപടി പറയുകയാണ്. CPI മന്ത്രിമാരോടുള്ള അവഗണന, ഒപ്പം തന്നെ വിദേശ സർവകലാശാല വിഷയം, ഈ കാര്യത്തിൽ വ്യക്തതയുണ്ടാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം.